കാർഷിക വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. ഓണാവധിക്ക് ശേഷം കാലിടറി കുരുമുളക്. ഉൽപാദന മേഖലയിൽ ഏലക്ക ലേലത്തിന് വൻ ഉത്സാഹം. റബ്ബറിൽ ചൈനയും തായ്ലൻഡും വ്യാപാര സഖ്യത്തിന്. ആഭ്യന്തര ഡിമാൻഡിനിടയിലും കുരുമുളകിന് വിലയിടിച്ച് ചരക്ക് സംഭരിക്കുന്ന നയത്തിലാണ് ഒരു വിഭാഗം. ചുരുങ്ങിയ ദിവസങ്ങളിൽ കൊച്ചി വിപണിയിൽ കുരുമുളക് വില 15 രൂപ ഇടിഞ്ഞു. വില കുറഞ്ഞ ഇറക്കുമതി മുളക് കലർത്തി വിൽപ്പനയ്ക്ക് ഇറക്കുന്നതും വിലയെ ബാധിക്കുന്നു. വിയറ്റ്നാം, ശ്രീലങ്കൻ കുരുമുളകൾ നാടൻ ചരക്കുമായി കലർത്തി വിൽപ്പനയ്ക്ക് ഇറക്കുന്നവർ രംഗത്തുണ്ട്. അൺഗാർബിൾഡ് കുരുമുളക് കിലോ 688 രൂപയിൽ വ്യാപാരം നടന്നു. ഉൽപാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിൽ ആഭ്യന്തര വ്യാപാരികളും കയറ്റുമതി സമൂഹവും മത്സരിച്ച് ചരക്ക് സംഭരിച്ചു. ഉത്സവകാല ഡിമാൻഡ് മുന്നിൽ കണ്ട് ഇടപാടുകാർ പരമാവധി ഏലക്ക ശേഖരിച്ചെങ്കിലും വില നേരിയ റേഞ്ചിൽ നീങ്ങി. ഉത്സവവേളയിൽ വൻ ലാഭത്തിൽ ഏലക്ക വിറ്റുമാറാനാവുമെന്ന കണക്കുകൂട്ടലിലാണ് ഉത്തരേന്ത്യൻ സ്റ്റോക്കിസ്റ്റുകൾ. 20,521 കിലോ ഏലക്ക വിൽപ്പനയ്ക്ക് വന്നതിൽ 20,294 കിലോയും ലേലം കൊണ്ടു. മികച്ച ഇനങ്ങൾ കിലോ 2,855 രൂപയിലും ശരാശരി ഇനങ്ങൾ കിലോ 2,503 രൂപയിലുമാണ്. റബ്ബറിൽ ചൈനയും തായ്ലാൻഡും പുതിയ വ്യാപാര സഹകരണങ്ങൾക്ക് ധാരണയായി. ബാങ്കോക്കിൽ നിന്നും കൂടുതൽ റബ്ബർ ബീജിംഗിലേക്ക് കയറ്റുമതി നടക്കുമെന്ന വിവരം രാജ്യാന്തര റബ്ബറിനെ തളർത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ നികുതിരഹിത പദ്ധതി പ്രകാരം 400 ടൺ റബ്ബർ കയറ്റുമതിക്കാണ് അനുമതി. പുതിയ പദ്ധതി വിജയിച്ചാൽ കയറ്റുമതി 10,000 ടണ്ണായി ഉയർത്തും. തായ്ലാൻഡും ചൈനയും തമ്മിലുള്ള നീക്കം രാജ്യാന്തര റബ്ബർ അവധി വ്യാപാര രംഗത്ത് ആശങ്ക ജനിപ്പിച്ചു. ജപ്പാൻ അടക്കമുള്ള എക്സ്ചേഞ്ചുകളിൽ റബ്ബറിന് തളർച്ച നേരിട്ടു. ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 190 രൂപ. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ വില 187 രൂപയിലും വ്യാപാരം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൃഷിഭൂമിയുടെ വിസ്തൃതി വർദ്ധിച്ചിട്ടും രാജ്യത്തിൻ്റെ അരി ഉൽപാദനം ഉയർന്നില്ല. കൃഷിയെ തകർത്തത് വെള്ളപ്പൊക്കം. പല നെല്ലുൽപാദന സംസ്ഥാനങ്ങളിലും മഴയും വെള്ളപ്പൊക്കവും കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ഈ വർഷത്തെ ഇന്ത്യയുടെ ഖാരിഫ് അരി ഉൽപാദനം കഴിഞ്ഞ വർഷത്തെ 121.85 മെട്രിക് ടണ്ണിൽ നിന്ന് ഏകദേശം 120 ദശലക്ഷം ടണ്ണായി കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഓഗസ്റ്റിൽ യൂറിയയുടെ ക്ഷാമവും കൃഷിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ കുറഞ്ഞത് 20% ഉൽപാദന ഇടിവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. സെപ്റ്റംബർ 5 കണക്കുകൾ പ്രകാരം ഖാരിഫ് സീസണിലെ നെല്ല് കൃഷി വിസ്തൃതി മുൻവർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 5% വർദ്ധിച്ചിട്ടുണ്ട്. ഖാരിഫ് സീസണിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന സംസ്ഥാനമായ ഉത്തർപ്രദേശിലാണ് നെല്ലിന്റെ കൃഷിഭൂമിയിൽ വർധനവ് ഏറ്റവും കൂടുതൽ. ഏതാണ്ട് 13.5% മുന്നേറ്റം. പക്ഷേ ഉത്തർപ്രദേശിൽ മികച്ച വിളവ് ലഭിച്ചേക്കാമെന്നും വിലയിരുത്തലുണ്ട്. മികച്ച മഴയാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ മത്സ്യബന്ധന മേഖലയുടെ മുന്നേറ്റത്തിന് ഷോർ ടു ഡോർ മോഡൽ. നൂതന പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് വിദഗ്ധർ. മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഷോർ ടു ഡോർ മോഡൽ നടപ്പിലാക്കലാണ് സമുദ്ര വിദഗ്ധർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിലൂടെ വരുമാനം 25 മുതൽ 30% വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഇടനിലക്കാരെ ഒഴിവാക്കി മത്സ്യം പിടിക്കുന്നവരുടെ ലാഭത്തിന്റെ വിഹിതം വർദ്ധിപ്പിക്കുന്നതിലൂടെ മത്സ്യത്തൊഴിലാളികൾക്കും ഉപഭോക്താക്കൾക്കും ഇടയിൽ കൂടുതൽ നേരിട്ടുള്ള ബന്ധം സൃഷ്ടിക്കുക എന്നതാണ് ഈ മാതൃക ലക്ഷ്യമിടുന്നത്. മൾട്ടിപർപ്പസ് ആപ്പുകൾ മുതൽ ഡിജിറ്റലായി പിന്തുണയ്ക്കുന്ന മൂല്യശൃംഖല നവീകരണം വരെയാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. മത്സ്യബന്ധനത്തിലെ കുറവും മത്സ്യത്തൊഴിലാളികളുടെ വരുമാനത്തിലെ കുറവും കണക്കിലെടുത്ത് ഇന്ത്യയുടെ സമുദ്ര മത്സ്യബന്ധന മേഖലയെ നവീകരിക്കേണ്ടതുണ്ടെന്ന് സമുദ്ര വിദഗ്ധർ വ്യക്തമാക്കി. ബേ ഓഫ് ബംഗാൾ പ്രോഗ്രാം, ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷനും പരിസ്ഥിതി പ്രതിരോധ ഫണ്ടും സംയുക്തമായി സംഘടിപ്പിച്ച ദേശീയ വർക്ക്ഷോപ്പിൽ വിദഗ്ധർ അവരുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ ഇന്റർനാഷണൽ ടീ കൺവെൻഷൻ കൊച്ചിയിൽ നടക്കും. സെപ്റ്റംബർ 18 മുതൽ 20 വരെയാണ് കൺവെൻഷൻ. ഇന്ത്യ ഇന്റർനാഷണൽ ടീ കൺവെൻഷന്റെ 8ാമത് പതിപ്പും 132ാമത് യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സദേൺ ഇന്ത്യയുടെ വാർഷിക സമ്മേളനവും സെപ്റ്റംബർ 18 മുതൽ 20 വരെ കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്തിൽ നടക്കും. ടീ ബോർഡ് ഓഫ് ഇന്ത്യ, വ്യവസായ അസോസിയേഷനുകൾ എന്നിവരുടെ പിന്തുണയോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടുകളായി ആഗോള തേയില വ്യവസായത്തിൽ സഹകരണം, പുരോഗതി എന്നിവയ്ക്കുള്ള ഒരു സുപ്രധാന വേദിയായി കൺവെൻഷൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സദേൺ ഇന്ത്യ പ്രസിഡന്റ് K. മാത്യു എബ്രഹാം പറഞ്ഞു. നാളത്തേക്കുള്ള തേയില ആവാസ വ്യവസ്ഥയെ നവീകരിക്കുക എന്നതാണ് പുതിയ പതിപ്പിന്റെ വിഷയം. നൂതന സാങ്കേതിക വിദ്യകൾ, സുസ്ഥിര രീതികൾ എന്നിവയുടെ യോജിപ്പുള്ള സംയോജനത്തിന് ഊന്നൽ നൽകുന്നു. കർഷകർ, സാങ്കേതിക വിദഗ്ധർ, നയരൂപകർത്താക്കൾ, ഉപഭോക്താക്കൾ എന്നിവർ തമ്മിലുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിലൂടെ കൃഷി മുതൽ ഉപഭോഗം വരെയുള്ള തേയില മൂല്യശൃംഖലയെ കൂടുതൽ കരുത്തുറ്റതായി പുനർനിർമ്മിക്കുകയാണ് കൺവെൻഷന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം RSS 4 191
RSS 5 188, ലാറ്റക്സ് 131, ജാതിക്ക 300, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 790, അടയ്ക്ക 280, കാപ്പിക്കുരു 265, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 70,800, കുരുമുളക് അൺഗാർബിൾ 68,800, ഏലക്ക 2100 മുതൽ 2200 വരെ, വെളിച്ചെണ്ണ 36,800, കൊപ്ര 23,800, ചുക്ക് 24,000.